തീർച്ചയായിട്ടും അങ്ങനെ ഒരു ശ്രമം നടന്നിരുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ എത്രത്തോളം ആ വോട്ട് അങ്ങനെ പോയി എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അപൂർവം ചിലയിടങ്ങളിൽ നിന്ന് അങ്ങനെ ചില സംസാരങ്ങൾ ഉണ്ടായിട്ടുള്ളതുകൊണ്ട് അത് അങ്ങനെ പോയിട്ടുണ്ട് എന്നുള്ളൊരു ധാരണയിലാണ് പാർട്ടി അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എത്ര വോട്ട് അങ്ങനെ പോയി എന്നൊന്നും പറയാൻ ഞാനാണല്ലോ, എനിക്ക് അറിയില്ല. പക്ഷേ അങ്ങനെ ഒരു ശ്രമം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ വടകരയിൽ ഒരു കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് CPM തന്നെ ഉണ്ടാക്കി പ്രചരിപ്പിച്ചതാണെന്നുള്ളതാണ് വടകര UDF സ്ഥാനാർത്ഥി ഇലക്ഷന് ശേഷവും പറയുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞങ്ങളങ്ങനെ പ്രചരിപ്പിച്ച ഞങ്ങൾക്ക് തന്നെയല്ലേ മോശമായിട്ട് വരിക? ഞങ്ങൾക്ക് ആ വോട്ടൊന്നും കിട്ടണ്ടെന്നാണോ ഞങ്ങൾ ആഗ്രഹിക്കുക? അത് മറുവിഭാഗത്തിൻ്റെ വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞാൽ മറുവിഭാഗം വോട്ട് ചെയ്യുമോ? അങ്ങനെയാണ് ആരോപണമായി ഉന്നയിക്കപ്പെടുന്നത്. അവരെന്തെല്ലാം ആരോപണം ഉന്നയിച്ചു, ആ കൂട്ടത്തിലൊന്നും തന്നെയല്ല അത്. അത്ര മോശമായിട്ടുള്ള ഒന്നാണ് അത്തരത്തിൽ പോസ്റ്റ് ഉണ്ടാവുക എന്നുള്ളത്. അതുകൊണ്ട് എല്ലാം ചെയ്യുക എന്നിട്ട് അവസാനം ഞങ്ങളല്ല എന്ന് പറയുക, അതൊരു ശരിയായ രീതിയല്ല. പക്ഷേ അതെല്ലാം അങ്ങനെ തന്നെ കേരളത്തിലെ ജനങ്ങൾ എടുക്കുമെങ്കിൽ പിന്നെ നമ്മളെന്താ പറയാനുള്ളത്? ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് തെരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ടുണ്ട്. വടകരയെ മത്സരിച്ചപ്പോൾ ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള പ്രചാരണം, ഇത്രയും രാഷ്ട്രീയത്തിൽ പാടില്ലാത്തതൊന്നും വടകര നടന്നു ടീച്ചർക്ക് തെരഞ്ഞെടുപ്പ് അനുഭവത്തിൽ തോന്നുന്നുണ്ട്. എങ്ങനെയാണ്? ഉറപ്പായിട്ടും ഞാൻ അപ്പോൾ പറഞ്ഞിരുന്നു അത്. ഞാൻ ആ സമയത്ത് നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ കുറേയേറെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. ആ സമയത്തല്ല ഞങ്ങളിപ്പം പ്രഗത്ഭരായിട്ടുള്ള ഒട്ടേറെ നേതാക്കന്മാർ എൻ്റെ ഓപ്പോസിറ്റായിട്ട് വന്നിട്ടുണ്ട്. AD മുസ്തഫ സാർ വന്നിട്ടുണ്ട്, സണ്ണി ജോസഫ് ഉണ്ടായിട്ടുണ്ട്, അവരെല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊന്നും ഇങ്ങനെ വ്യക്തിപരമായി വൃത്തികെട്ട അധിക്ഷേപം ചൊരിയുന്ന രീതിയിൽ അവരാരും പറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം അടുത്ത സുഹൃത്തുക്കളായിപ്പോഴും. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ. ഞാൻ എൻ്റെ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്, അവരവരുടെ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ അവരെയോ അവരെന്നെയോ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന അവസ്ഥ ആ തെരഞ്ഞെടുപ്പിലൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത്തവണ കണ്ടത് വളരെ വളരെ ഖേദകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഭാവിയിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ തോക്കാം, അതെല്ലാം വോട്ടെണ്ണി കഴിഞ്ഞാലാണ് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഞാൻ പറയുന്നു, വടകരയിലെ ജനങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം എന്ന്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞാലും ഈ സമൂഹത്തിൽ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടവരല്ലേ. അതുകൊണ്ട് ഇത്തവണ വളരെ വളരെ മോശമായിരുന്നു വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപം എനിക്കെതിരായിട്ട് വന്നത്. അതുകൊണ്ടാണ് ആദ്യം ഞാനത് നെഗ്ലക്റ്റ് ചെയ്തു. അത് എന്തോ ആവട്ടെ, അതൊന്നും ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല എന്ന് വെച്ചിട്ട് ഞാനത് അവഗണിച്ചു. പക്ഷേ ഒന്ന് കഴിയുമ്പോൾ അടുത്ത തവണ ഇങ്ങനെ വരികയാണ്. അപ്പോൾ അതിലേറ്റവും പ്രധാനമായിരുന്നു മാതൃഭൂമിയുടെ പേജ് വ്യാജമായി ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു എന്നും പറഞ്ഞിട്ട്. ഞാൻ എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞതിനെ ഖണ്ഡിക്കാൻ വേണ്ടി ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാനതിനെ മാതൃഭൂമിക്കാരോട് ചോദിച്ചപ്പോൾ മാതൃഭൂമി പറഞ്ഞു ഫേക്കാണ്. അവരത് കൊടുത്തു, ഫേക്കാണെന്ന് പറഞ്ഞിട്ട്. കാന്തപുര ഉസ്താദിൻ്റെ ഒരു ലെറ്റർ ഹെഡ് കൃത്രിമമായി സൃഷ്ടിച്ചിട്ട് അതിനകത്ത് എന്നെ ബോംബമ്മ എന്ന് വിളിക്കണമെന്ന് കാന്തപുര ഉസ്താദ് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് കൊടുത്തു. അങ്ങനെ അദ്ദേഹം പറയില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. എന്നാലും ഞാനവിടെ വിളിച്ച് ചോദിച്ചു. അവർ ഞെട്ടിപ്പോയി. അവർ പറഞ്ഞു ഞങ്ങൾ വല്ലാതെ ഇത് കാണുമ്പോൾ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ നിശ്ചയിച്ചുകൊണ്ട് അറിയിപ്പ് കൊടുത്തു, ഞങ്ങളുടേതല്ല ഫേക്ക് പേജാണ്. പക്ഷേ ഇങ്ങനെ ഓരോന്നോരോന്ന് പുതുത് വരുമ്പം അന്ന് ഞാനതിനെ നിഷേധിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് നിഷേധിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, സ്ഥാനാർത്ഥിയല്ലേ. അപ്പോൾ ഇങ്ങനെയല്ല ഇവർ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ എല്ലാം പുറകെ ഇങ്ങനെ പോരല്ല. ജനമെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അത് മനസ്സിലാക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാം. അതെല്ലാം നമ്മൾ ഇതെല്ലാം ഇങ്ങനെ പറയും, തെറ്റാണെന്ന് പറയും. അത് വടകരയിലെ UDF സ്ഥാനാർത്ഥിയായാലും വേണ്ടില്ല, കേരളത്തിൽ എവിടെയുള്ള UDF സ്ഥാനാർത്ഥിയായാലും വേണ്ടില്ല. ചെയ്തതെല്ലാം തെറ്റായിരുന്നു എന്ന് എപ്പോഴും പറയും. അതിനപ്പുറത്ത് നമ്മളൊരു ശത്രുത പ്രകടിപ്പിക്കലല്ലോ. ചെയ്തത് തെറ്റായിരുന്നു, അത് തെറ്റാണെന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ച് അത്രയേ ഉള്ളൂ.